ഹലോ മച്ചാമാരെ, വെൽക്കം ടു യൂട്യൂബ് ചാനൽ മൽഹേത. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു മൊഡ്യൂൾ വെച്ചിട്ട് നമ്മൾ വൈഫൈയുടെ സിഗ്നൽ ജാം ചെയ്യാൻ പോകണം. ഇത് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിലും ഇത് മൈൻഡ് ചെയ്യേണ്ട, അത് നിങ്ങൾ വിട്ടേക്ക്. അത് സൗണ്ടൊക്കെ കേൾക്കാം, അത് നിങ്ങൾ ചിന്തിക്കണം. ഓക്കെ, ഇത് ഫ്ലിപ്കാർട്ടിൽ നിങ്ങൾക്ക് ബൈ ചെയ്യാം. ഞാനിത് പ്ലേ റോബോ എന്ന് പറഞ്ഞ സൈറ്റിൽ നിന്ന് വാങ്ങിയതാണ്. അതിൽ ഭയങ്കര വില കുറവിന് കിട്ടും. 500 മുകളിൽ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബേസിക് ഇത് കിട്ടും. ഓക്കെ, അപ്പോൾ ഞാനത്രയും പൈസ കിട്ടുന്നില്ല, അപ്പോൾ നിങ്ങൾക്ക് ഈ ബഹളം കളിക്ക് വരും, അതുകൊണ്ടാണ്. അപ്പോൾ എനിവേ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഞാൻ നേരെ വീഡിയോയിലേക്ക് പോകാം. അത് നമ്മൾ മൈക്രോസോഫ്റ്റിൻ്റെ എഡ്ജ് എന്ന് പറഞ്ഞുള്ള, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതൊരു ബ്രൗസറും യൂസ് ചെയ്യാം. അതിൽ നിങ്ങൾ diyoto.com അടിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇതിലേക്ക് വരും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഇങ്ങനെ. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇൻ്റർഫേസിലേക്കാണ് വരിക. ഓക്കെ, അതിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിൽ നിങ്ങൾക്ക് ട്യൂട്ടോറിയൽ അങ്ങനെ കുറേ ഐറ്റംസ് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ജാം ചെയ്യുന്നതും സിഗ്നൽസിനെ കുറേ ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഞാൻ നോക്കുന്നത്. നമ്മൾ ഡൗൺലോഡ്സ് നോക്കിയിട്ട് അതിൽ ബൈനറി സ്പിന്ന് ഞെക്കുക. അതിൽ ഫസ്റ്റ് കിടക്കുന്ന DS സ്ട്രൈക്ക് എന്ന് പറഞ്ഞുള്ള സംഭവം ക്ലിക്ക് ചെയ്യുക. ശേഷം DIYOTO USB ജസ്റ്റ് ഡൗൺലോഡ് ഞെക്കുക. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് അത് ഡൗൺലോഡ് ആവും. നിങ്ങൾക്കിവിടെ കാണാം ഇത് ഡൗൺലോഡ് ആയിട്ടുണ്ട്. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്യൂട്ടോറിയൽ ഞെക്കുക. ഇതിൽ ഇൻസ്റ്റാളേഷൻ ബിൻ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇതിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ഗെറ്റ് ബിൻ ഫയൽ. അത് നിങ്ങൾ ആദ്യം diyoto.com നിന്ന് ഒരു ബിൻ ഫയൽ ഡൗൺലോഡ് ചെയ്യുക. ശേഷം ഈ ഒരു ഇതിൽ ഞെക്കിയിട്ട് നിങ്ങൾ ഇങ്ങനത്തെ ഒരു ഇതിലേക്ക് വരും. അതിന് കണക്ട് ചെയ്യുക. കണക്ട് ആക്കിയിട്ട് നിങ്ങൾ ജസ്റ്റ് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ക്ലിക്ക് ടു കണക്ട് പ്ലഗ് ഇൻ ടു ദി പോർട്സ്. അത് നമ്മൾ കണക്ട് ചെയ്തിട്ട് നോക്കുക. ഞാൻ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം. ജസ്റ്റ് ഇതാക്കിയിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് കണക്ട് നോക്കാം. ജസ്റ്റ് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് ആ ഒരു ഇതിലേക്ക് കണക്ട് ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം ആ ഒരു ഇത്. ഓക്കെ, അത് ഞാനൊന്ന് റേസ് ചെയ്യുന്നുണ്ട്. ബിക്കോസ് ഇതിൽ ഓൾറെഡി ഞാനൊന്ന് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് തന്നെ, അതുകൊണ്ടാണ്. വീണ്ടും ഞാൻ ജസ്റ്റ് ഒന്നുകൂടി ഇത് നിങ്ങൾ സിമ്പിളായിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്നുകൂടി ചെയ്തിട്ട് കണക്ട് ചെയ്യണം. ഇത് സ്പെഷ്യൽ ടെർമിനലാണ്, അത് നമുക്ക് ആവശ്യമില്ല. നമുക്കത് ജസ്റ്റ് നോർമലി USB വെബിൽ ഞെക്കിയിട്ട് ജസ്റ്റ് പ്രോഗ്രാം കൊടുക്കുക. ഇവിടെ ആഡ് ഫയൽ ഞെക്കിയിട്ട് നിങ്ങൾ ജസ്റ്റ് ഇതൊന്ന് ക്ലിക്ക് ചെയ്യുക. ശേഷം ഓപ്പൺ ഞെക്കുക. ഇതിലേക്ക് അത് ആഡ് ചെയ്ത് വന്നിട്ടുണ്ട്. ശേഷം പ്രോഗ്രാം ചെയ്യുക. കണ്ടിന്യൂ ചെയ്തിട്ട് അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇതിങ്ങനെ ലോഡായി വരുന്നുണ്ട്. അപ്പോൾ ഇത് ലോഡാവുന്നതനുസരിച്ച് നിങ്ങൾക്ക് ഇവിടെ അടിയിൽ കാണാം ഇതിങ്ങനെ 1, 2, 3 അങ്ങനെ കയറുന്നുണ്ടാവും. അത് ഫുൾ 100 ആയി കഴിഞ്ഞാൽ തന്നെ നമ്മുടെ കാര്യങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് സെറ്റാണ്. ഇതെങ്ങനെയാണ് ജാം ചെയ്യുന്നത് ഞാൻ എങ്ങനെയാണെന്ന് കാണിച്ചിട്ടാണ് ഫസ്റ്റ്. നമ്മുടെ കൂട്ടുകാരുടെ മൊബൈലിലാണ് നമ്മൾ ഇങ്ങനെ വീഡിയോ എടുക്കുന്നത്. ബിക്കോസ് ഇത് ഐഫോണാണ്, അതിൻ്റെയാണ് മെയിൻ പ്രത്യേകത. ഫസ്റ്റ് വൺ ഞാൻ എൻ്റെ മൊബൈലോടെ യൂസ് ചെയ്യുന്നുണ്ട്. ഇങ്ങോട്ട് കാണാം. ബിക്കോസ് ഇത് നെറ്റിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. നിങ്ങൾക്കിത് മൊബൈലിലും ചെയ്യാൻ പറ്റും, പക്ഷേ മൊബൈലിനേക്കാളും കൂടുതലൊന്നുകൂടിയും നല്ല ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സിസ്റ്റത്തിൽ ചെയ്യുന്നതായിരിക്കും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് സിസ്റ്റം ഇല്ലെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കഫേയിൽ പോയിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം. ഓക്കെ, ഒരു കുഴപ്പമില്ല. നിങ്ങൾ ജസ്റ്റ് ഒന്ന് പൈസ കൊടുത്തിട്ട് ചെയ്യാമെന്നുള്ളൂ. ഓക്കെ, നിങ്ങളിപ്പോൾ എനിക്ക് കുറേ പ്രാവശ്യം ഞാൻ ചെയ്തു തരുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ലൊരു എമൗണ്ട് ആവും. അതിനേക്കാൾ നല്ലത് നിങ്ങളുടെ അടുത്തുള്ള കഫേയിലേക്ക് പോയി നിങ്ങൾ ചെയ്യാവുന്നതാണ്. ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതെങ്ങനെ യൂസ്ഫുൾ ആവുന്നത്, എങ്ങനെയാണ് ആക്സസ് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇത് ഓക്കെ, ഇത് ഡൺ ആയിട്ടുണ്ട്. ഇപ്പോൾ ഞാനത് അൺപ്ലഗ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഡിസ്കണക്റ്റഡ് ആയി. ഓക്കെ, ഇനി ഇതിനെങ്ങനെയാണ് കളിയിലേക്ക് കൊണ്ടുവരുന്നത് കാണിച്ചുതരാം. നിങ്ങൾ ജസ്റ്റ് നോക്കുക. അപ്പോൾ ഞാൻ പഴയ ഇൻസ്റ്റാളേഷൻ ബിന്നിൽ നിങ്ങൾക്ക് ഇവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ഓഡിയോയിൽ ഇതാക്കുന്നതാണ്. അതൊന്നും നിങ്ങൾക്ക് വേണ്ടിയില്ല. ഞാനൊരു കോഡ് പറഞ്ഞുതരാം. ഓക്കെ, ആ കോഡ് വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. അതിനാദ്യം നിങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഇത് നമ്മൾ കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നുണ്ടായിരുന്നത്. നിങ്ങൾക്കിപ്പോൾ കാണാം ഇത് ഓൾറെഡി കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ സിസ്റ്റത്തിലേക്ക് കണക്ട് ചെയ്തിട്ട് അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനാദ്യം കറണ്ട് കൊടുക്കുക. കറണ്ട് മീൻസ് നമ്മൾ നേരത്തെ ചെയ്ത പരിപാടി തന്നെ ചെയ്യുക. USB കുത്തി കൊടുത്തിട്ട് നമുക്ക് ഇവിടെ ലൈറ്റ് കത്തണം കാണാം.
ഓക്കെ ഇവിടെ കാണിച്ചു തരാം. അപ്പോൾ ഇത് കണക്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിനെ കണക്ട് ചെയ്യേണ്ട രീതി ഞാൻ മൊബൈൽ എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ മൊബൈൽ അപ്പോൾ ചമ്മരെ പെട്ടെന്ന് മൊബൈലൊന്നും ഇതായതാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ പെട്ടെന്ന് പറഞ്ഞ് തീർക്കാൻ പോകണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനത്തിൻ്റെ നമ്മൾ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് കണക്ട് ചെയ്തിട്ടുണ്ട്. സാധാ ഇതിലേക്ക് കണക്ട് ചെയ്യാം. ബിക്കോസ് ഇതിലേക്ക് കറണ്ട് വരണം. ബിക്കോസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ബാറ്ററി നമ്മുടെ പവർ ബാങ്കോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ കോഡ് എങ്ങനെ കിട്ടുന്നത് വെച്ച് കഴിഞ്ഞാൽ യൂസേജ് ഒക്കെ കഴിഞ്ഞ് നിങ്ങൾക്ക് വെബ് ഇൻ്റർഫേസ് ഉണ്ടാവും. അതിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ഒരു നമ്പർ. നിങ്ങൾ ആദ്യം എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വൈഫൈനെ ഇതിലേക്ക് കണക്ട് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം PWND. ഇതിൻ്റെ പാസ്വേഡ് എപ്പോഴും എന്താ വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിയോദർ എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം വരിക. ബിക്കോസ് ഞാനിത് ഓൾറെഡി കണക്ട് ചെയ്തിട്ടുള്ളതുകൊണ്ടാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം ഇതിൻ്റെ പാസ്വേഡ് എന്തായിരിക്കുന്നത്. ബിക്കോസ് പാസ്വേഡ് ഞാൻ അവിടെ കാണിച്ചു തരാം. PNWD ഡിയോദർ പാസ്വേഡ്. ഡിയോദർ എന്ന് അടിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് പാസ്വേഡ് വേണമാവും. നിങ്ങൾ എന്നിട്ട് അതിനെ കണക്ട് ചെയ്തിടുക. കണക്ട് ചെയ്ത ശേഷം നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ ഏതെങ്കിലും ബ്രൗസർ എടുത്തിട്ട് നിങ്ങൾ ജസ്റ്റ് ഇത് അടിച്ചു കൊടുക്കുക. ആ നമ്പർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാൻ 192.1 അപ്പോൾ ഇത് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഇതിലേക്ക് വരിക. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണാം ഇവിടെ അവൈലബിൾ ആയിട്ട് വൈഫൈകൾ. അപ്പോൾ ഇതിൽ നിങ്ങൾ ജസ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഏത് വൈഫൈ ആണോ ടാർഗറ്റ് ചെയ്യണം ആ വൈഫൈയിലൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ആ ഒരു ക്ലിക്ക് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് മുകളിലേക്ക് വരിക, അറ്റാക്ക് നിൽക്കുക. അപ്പോൾ നിങ്ങൾ ഡിയോതാണ് ചെയ്യുന്നത്. ഡിയോത്ത് വെച്ച് കഴിഞ്ഞാൽ ആ സിഗ്നലിന് അറിവും കിട്ടാത്ത രീതിയിലാക്കുകയാണ്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ വൈഫൈ പിന്നെ ആർക്കും കിട്ടില്ല. ബിക്കോസ് അത് ഓട്ടോമാറ്റിക്കലി കട്ട് ഓഫ് ആവും. ഇതാണ് പ്രത്യേകത. ഓക്കെ, ഇത് നിങ്ങൾ ജസ്റ്റ് നിങ്ങൾക്ക് വാങ്ങിയിട്ട് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആൻഡ് ഇനി അടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ കുറേ സ്ലോട്ടുകൾ ഒരേ നെയിമിൽ നിങ്ങൾക്കിവിടെ കാണാം. ഷെയ്ജു എന്ന് പറഞ്ഞുള്ള ഇത് ഞാനിപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ കുറേ ഒരു ബഗ് ഉണ്ടാകുന്ന പോലെ ഉണ്ടാക്കുകയാണ്. നിങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഷെയ്ജു എന്ന് അടിച്ചു കൊടുക്കുക. എത്ര എണ്ണം വേണോ അത്ര എണ്ണം അടിച്ചു കൊടുക്കുക. 100 ആക്കി ആഡ് നിൽക്കുക. ശേഷം എൻ്റെ വൈഫൈയുടെ പേരാണ് ഞാൻ ഷെയ്ജു എന്ന് പറഞ്ഞത്. നിങ്ങളുടെ വൈഫൈയുടെ എന്താണോ അതന്നെ അടിച്ചിട്ട് ആൾക്കാരെ പറ്റിക്കാം. ഓക്കെ, എന്നിട്ട് ബിയോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ എണ്ണം ക്രിയേറ്റ് ചെയ്യുന്നതിനാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വൈഫൈ വെച്ച് ചെയ്യാവുന്നതാണ്, ഒരു കുഴപ്പമില്ല. ആൻഡ് ഞാനിപ്പോൾ നിങ്ങളുടെ വൈഫൈയുടെ നെയിമാണ് ഇവിടെ മെയിനായിട്ടും ടാർഗറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പബ്ലിക് വൈഫൈ ചെയ്യാം, പക്ഷേ ഇല്ലീഗലാണ്. ബിക്കോസ് പണി ഇട്ട് കഴിഞ്ഞാൽ ഞാനോ എൻ്റെ യൂട്യൂബ് ചാനലിലോ ഒരു ഉത്തരവാദിത്വം കൊടുക്കില്ല. ബിക്കോസ് സ്വന്തം റിസ്കിൽ ചെയ്യാം. അപ്പോൾ എഡ്യൂക്കേഷൻ പർപ്പസിന് മാത്രമായിട്ട് ഞാൻ പറഞ്ഞിരുന്നത് ഡിയോത്ത് ചെയ്ത് ഇത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സക്സസ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഷെയ്ജു എന്ന് പറഞ്ഞുള്ള ഒരു പാസ്വേഡ് കുറേ എണ്ണം വന്നിട്ടുണ്ടോ. ഒരു എക്സാമ്പിളായിട്ട് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അടിക്കുന്നത് ഞാൻ ബാക്ക് അടിച്ചുകൊണ്ടാവാം. ബിക്കോസ് കണ്ട കുറേ ഷെയ്ജു വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മൾ എത്ര എണ്ണം ടൈപ്പ് ചെയ്യുന്ന അത്ര എണ്ണം വരിക. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ വീഡിയോ. അപ്പോൾ നമ്മൾ വീഡിയോ അത്ര എഡ്യൂക്കേഷൻ പർപ്പസായിട്ട് മാത്രം ചെയ്യുക. ആൻഡ് സ്വന്തം റിസ്കിൽ ചെയ്യുക. ഓക്കെ, നമുക്ക് വേറൊരു വീഡിയോയിൽ അടിപൊളി വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ.